മറ്റൊരു വിവാദ കേസ് എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയിൽ വിവാദമായ സമാധിയാണ്. സമാധിയിലെ ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല. നാട്ടുകാരടക്കം അവരടക്കം ഗോപൻ സ്വാമി എന്ന് വിളിക്കുന്ന ഗോപന്റെ സമാധിയിൽ അത് കൊലപാതകമാണോ അല്ലെങ്കിൽ മരണമാണോ എന്ന തരത്തിലൊരു സ്ഥിരീകരണം അത് ആ കല്ലറ പൊളിച്ച സമാധി ഇരുത്തിയ ആ അറ പൊളിച്ച് പുറത്തേക്കെടുത്ത മൃതദേഹം ശാസ്ത്രീയമായി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകുള്ളൂ. ഇന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്കായി പോലീസ് അടക്കുന്ന ഫോറൻസിക് സംഘം അടങ്ങുന്ന ടീം അവിടെ എത്തിയിരുന്നു. പക്ഷേ നാട്ടുകാരുടെ നേതൃത്വത്തിലും വീട്ടുകാരുടെ നേതൃത്വത്തിലും വലിയൊരു പ്രതിഷേധം അവിടെ അരങ്ങേറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടികൾ ഇന്നത്തേക്ക് താൽക്കാലികമായി നിർത്തിയിരുന്നു. കുടുംബത്തിന് നോട്ടീസ് നൽകി കുടുംബത്തിൻ്റെ സമ്മതത്തോടു കൂടി അടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസും സബ് കളക്ടറും ഒക്കെ അറിയിച്ചത്. കമലേഷുണ്ട്. കമലേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നെയ്യാറ്റിൻകര കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തിലെ ഗോപൻ സ്വാമികളുടെ സമാധിയുമായി ബന്ധപ്പെട്ട വിഷയം കൂടുതൽ സങ്കീർണതകളിലേക്ക് പോവുകയാണ്. അയൽവാസിയുടെ പരാതിയിൽ ഒരു മാൻ മിസ്സിംഗ് കേസാണ് നിലവിൽ പോലീസിൻ്റെ മുന്നിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ആരംഭിച്ചു. എന്നാൽ തിടുക്കപ്പെട്ട് ഈ സമാധി സ്ഥാനം പൊളിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് ആദ്യഘട്ടത്തിൽ നീങ്ങിയില്ല. പിന്നീട് കൃത്യമായി ഇന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവടക്കം കൈപ്പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ നേടിക്കൊണ്ട് RDOയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ സമാധി വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് പോലീസ് സംഘം എത്തുന്നത്. എന്നാൽ വലിയ തരത്തിലുള്ള ഒരു സംഘർഷമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. കുടുംബാംഗങ്ങൾ ഈ സമാധി സ്ഥാനത്തിന് കീഴിൽ ഇരുന്നു കൊണ്ട് വലിയ പ്രതിഷേധമുയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഈ കുടുംബാംഗങ്ങളെ പിന്തുണച്ചുകൊണ്ട് സമീപത്തെ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കളും രംഗത്തെത്തിയതോടുകൂടിയാണ് വലിയ തരത്തിലുള്ള ഒരു സംഘർഷം ഈ സ്ഥലത്ത് ഉടലെടുത്തത്. ഒരു കോപ്പി ഇപ്പം നമ്മളത് അഡ്വക്കേറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവരത് ലീഗലി ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ വ്യക്തമാക്കേണ്ട ആവശ്യമാണ്. പക്ഷേ നമ്മൾ നിയമപ്രകാരമുള്ള പ്രൊസീജിയർ ബേസ് ചെയ്തിട്ട് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിസിലും ബാക്കി എൻക്വയറിയുടെ ബേസിസിലുമാണ് നമ്മൾ എക്സ്ഹ്യൂമേഷനുള്ളൊരു ഉത്തരവ് കൊടുക്കുന്നതും. അതിനുശേഷം ഒരു വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഇതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലീഗൽ ഗ്രൗണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ അവർക്ക് നിർവഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതോടൊപ്പം തന്നെ നാട്ടുകാരും സംഘടിച്ച് ഈ സ്ഥലത്തേക്ക് എത്തി. ഇതിൻ്റെ നിജസ്ഥിതി, അതായത് ഈ പരാതി നൽകിയ ആളുകൾ അടക്കമാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാകണമെങ്കിൽ ഈ സമാധി സ്ഥലം പൊളിച്ചുകൊണ്ട് ഇതിനകത്ത് മൃതദേഹമുണ്ടെങ്കിൽ അത് കൃത്യമായി പുറത്തെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം അടക്കം നടത്തി അതിൻ്റെ മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കി അതിൻ്റെ ഒരു സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയണം എന്ന ഒരു ന്യായമായ ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചു. അതേസമയം ഇതിനെ ഒരു മതപരമായ ഒരു വർഗീയമായ ഒരു ചേരിതിരിവിനുള്ള ഒരു ശ്രമവും ഈ ഹൈന്ദവ സംഘടനകൾ അത്തരത്തിലുള്ളൊരു മുതലെടുപ്പിന് കൂടി ശ്രമം നടത്തുന്നു എന്ന ആക്ഷേപമാണ് ഈ പ്രദേശവാസികളും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെയാണ് ഇദ്ദേഹം മരണപ്പെട്ടത്, അവിടെ ഉണ്ടോ എന്നുള്ളത് അറിയാം. അല്ലാതെ ഇവിടെ നടത്തുന്ന ആചാരങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ പൂജകൾക്കോ ഒന്നും ഞങ്ങൾ തടസ്സമല്ല. നിയമപരമായി ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിന് ആവശ്യമായ നിലപാടുകളും നടപടിക്രമങ്ങളുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് എന്ന കൃത്യമായ സൂചന തന്നെയാണ് സബ് കളക്ടർ അടക്കം ഇന്ന് നൽകിയിട്ടുള്ളത്.